ഹായ്, സ്ട്രോങ് ആന്റിബയോട്ടിക് ശരിക്കും അങ്ങനെയൊന്നുണ്ടോ? സ്ട്രോങ് ആന്റിബയോട്ടിക് എന്ന പദത്തിനേക്കാളും ഏറ്റവും ചേർച്ചയുള്ളത് ശരിയായ ആന്റിബയോട്ടിക്, അതായത് കറക്റ്റ് ആന്റിബയോട്ടിക്, ശരിയായ തോതിൽ, അതായത് കറക്റ്റ് ഡോസിൽ, ശരിയായ നേരം, അതായത് റൈറ്റ് ടൈമിൽ എന്ന് പറയുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. സ്ട്രോങ് ആന്റിബയോട്ടിക് എന്ന കോൺസെപ്റ്റ് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ശക്തിയുള്ള വീര്യം കൂടിയ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരുപാട് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിയുന്ന ബ്രോഡ് സ്പെക്ട്രത്തിൽ വരുന്ന ആന്റിബയോട്ടിക്സിനെയാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയയും അത് നശിപ്പിക്കും എന്നുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇൻഫെക്ഷന്റെ അളവ് കൂടുക, അല്ലെങ്കിൽ ഒരുപാട് അണുക്കൾ ഒരുമിച്ച് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന്റെ പുറമെ വേറൊരു സെക്കൻഡറി ആയിട്ട് വേറൊരു ഇൻഫെക്ഷൻ കൂടി വരിക, അല്ലെങ്കിൽ സെപ്സിസ് പോലെയുള്ള രോഗാവസ്ഥയിലുള്ള രോഗികൾ, അതിതീവ്ര പരിചരണത്തിൽ കിടക്കുന്ന രോഗികൾക്ക് നൽകുന്നവ, ഇതൊക്കെയാണ് ഈ വീര്യം കൂടിയ അഥവാ സ്ട്രോങ് സാഹചര്യങ്ങളിൽ മാത്രം എടുക്കേണ്ട പക്ഷം നമ്മളിൽ വരുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രോഗാണുവിനെ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനാണ് കൾച്ചർ ടെസ്റ്റുകൾ ഉള്ളത്. ആ കൾച്ചർ ടെസ്റ്റുകൾ അനുസരിച്ച് ഏത് രോഗാണുവാണെന്നും അതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറക്റ്റായ ആന്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ മാർഗം. അപ്പം ഇനി ഒരു ഇൻഫെക്ഷൻ വരുമ്പം സ്ട്രോങ് ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറും എന്ന് വിചാരിക്കേണ്ട കേട്ടോ. എത്ര സ്ട്രോങ് ആണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കറക്റ്റ് രീതിയിൽ കഴിച്ചാൽ മാത്രമേ അസുഖം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് കുറയും കേട്ടോ. പിന്നെ അടുത്ത റീലില് ഗുളികയാണോ ഇഞ്ചക്ഷൻ ആണോ നല്ലതെന്ന് പറയാൻ. ബൈ.